അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. സമ്മാദനീയനായ അധ്യക്ഷൻ, അഷ്റഫ് തങ്ങളവറുകൾ, ആദരണീയ ഉസ്താദ് നജീബുള്ള മൗലവി സാഹിബ് അവറുകൾ, മുൻമന്ത്രിയും നമുക്ക് പ്രിയങ്കരനുമായ ടി കെ ഹംസ സാഹിബ് അവറുകൾ, മുൻ MLA അഡ്വക്കേറ്റ് ഉമർ സാഹിബ്, വേദിയിൽ സന്നിഹിതരായ സാദാത്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഷിംബ ഫക്കി തങ്ങൾ, മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, ഇവിടെ കൂടിയ സഹോദരി സഹോദരന്മാർ, ദാറുസുന്ന മർക്കസുൽ ഇസ്ലാമിയയുടെ വാർഷികവും അതുപോലെ തന്നെ ഗ്രാൻഡ് മീലാദ് കോൺഫറൻസും ഇവിടെ നടക്കുകയാണ്. 2-3 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പരിപാടി ഇന്നലെ തുടക്കം കുറിച്ചു. ഒട്ടേറെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകളിലേക്ക് വെളിച്ചം വീശുന്ന വിഷയാവതരണങ്ങളും കാലികമായിട്ടുള്ള മറ്റ് സുപ്രധാനമായ ഉത്ബോധനങ്ങളുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായിരുന്ന ജബ്ബാർ അലി ശിഹാബ് തങ്ങളെ ഓർക്കുകയാണ്. ദാറുസുന്നയിലായാലും വണ്ടൂരിലെ സ്ഥാപനങ്ങളിലായാലും നാദാപുരത്തെ സ്ഥാപനങ്ങളിലായാലും അവിടെയൊക്കെയുള്ള പരിപാടികളിൽ എന്നും വളരെ സജീവമായി അതിൻ്റെയൊക്കെ നേതൃത്വ പദവിയിലുണ്ടായിരുന്ന മഹാനായ ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തിനും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് ദ്വാരക്കുകയാണ്. ദാറുസുന്ന വിദ്യാഭ്യാസ മേഖലയിൽ, വൈജ്ഞാനിക രംഗത്ത്, അതുപോലെ തന്നെ കാലികമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ആസ്പദമാക്കി ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണല്ലോ. പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി വിദ്യാഭ്യാസത്തെ നിർവചിച്ചുകൊണ്ടും നടപ്പാക്കിക്കൊണ്ടും ദാറുസുന്നയുടെ മുന്നേറ്റത്തിൽ നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. പലപ്പോഴും ഇവിടെ വരാൻ സാധിക്കാറുണ്ട്. ഇവിടുത്തെ നവീനമായിട്ടുള്ള പല പദ്ധതികളുടെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കാറുണ്ട്. ഇവിടെ നേരത്തെയുള്ള പ്രസംഗത്തിൽ ഇപ്പോൾ ഉമർ സാഹിബായാലും അതിനു മുമ്പ് പ്രസംഗിച്ചവരെ കൂടെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടം, എല്ലാ കാലഘട്ടവും അന്വേഷിക്കുന്നത് പോലെ ഈ കാലഘട്ടവും നവോത്ഥാന നായകന്മാരെ അന്വേഷിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ വീക്ഷണങ്ങൾക്കനുസരിച്ച് പലതും പെട്ടെന്ന് പഴയതായിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണല്ലോ ഇത്. നവീനമായിട്ടുള്ള ആശയങ്ങളെ, നവീനമായിട്ടുള്ള ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു കാലമാണ്. ശാസ്ത്രമായാലും സാങ്കേതിക വിദ്യ ആയാലും, ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഏത് മേഖലയായാലും, സാങ്കേതിക ശാസ്ത്രം മാറ്റിവെച്ച സാമൂഹ്യ ശാസ്ത്രം, വ്യാപാര മേഖലകൾ, വാണിജ്യ മേഖലകൾ, ഇവിടെയൊക്കെ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതാണല്ലോ ഏതാണ്ട് ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആ ടെക്നോളജിയെ നിയന്ത്രിക്കുന്ന AI ടെക്നോളജിയാണ് ഇന്നിപ്പോൾ ലോകത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ടെക്നോളജിയും മേലെയാണ്. ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിൽ വന്നതോടുകൂടി അത് ടെക്നോളജിയെ മേലെ നിൽക്കുന്ന ഒന്നായി മാറുകയാണ്. ടെക്നോളജിയെ ഉണ്ടാക്കുന്ന ഒന്നായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ മനുഷ്യന് തന്നെ
ലോകത്തിൻ്റെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണാധികാരികൾക്ക് നഷ്ടപ്പെടുന്നു, സാമൂഹ്യ ശാസ്ത്രകാരന്മാർക്ക് നഷ്ടപ്പെടുന്നു. എന്തിന്? വീട്ടിനകത്ത് രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നു. വിദ്യാലയങ്ങളിൽ അധ്യാപകർക്ക് നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നു. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി തന്നെ മുന്നിൽ നിൽക്കുന്നു. വിദ്യാർത്ഥിയെ നയിക്കുന്നത് AI ആണ്. ഭരണകൂടങ്ങളെ നയിക്കുന്നത് AI ആണ്. രാഷ്ട്രനായകന്മാർ, അതുപോലെ സൈനിക മേധാവികളെയും നയിക്കുന്നത് AI ആണ്. സൈനിക നേതാക്കൾക്ക് അവരുടെ ചിന്തകൾക്ക് മേലെ ഇപ്പോൾ AI ആണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ബോംബിടണ്ട എന്ന് സൈനിക മേധാവി തീരുമാനിച്ചാലും ഒരുപക്ഷെ AI അവിടെ ഇടപെട്ടുകൊണ്ട് ബോംബിടും, മിസൈൽ അയക്കും. കാരണം AI തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം വളരെ കൃത്യമായിട്ടായിരിക്കും അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. സൈനിക മേധാവികൾക്കത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ആ കൃത്യത. ആ കൃത്യത പക്ഷേ ധാർമ്മികമായി കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച, സാങ്കേതിക വിദ്യയുടെ വളർച്ച, ടെക്നോളജിയുടെ വളർച്ച, ഇതെല്ലാം വെല്ലുവിളി ഉണ്ടാക്കുന്നു. കാരണം മനുഷ്യന് ഏറ്റവും വലുതെന്താണ്? മനുഷ്യത്വം തന്നെയാണ്. മനുഷ്യൻ്റെ മേലെ നിൽക്കുന്ന ടെക്നോളജിക്കാകട്ടെ മനുഷ്യത്വം ഉണ്ടാകണമെന്നില്ല. അവിടെയാണ് ലോകം ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂല്യങ്ങളെ നോക്കേണ്ടതില്ല. അവിടെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ എന്താണോ ആ എയിമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് പോകുന്നു എന്നുള്ളതാണ്. അവിടെ മനുഷ്യത്വമോ അതുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന മതമൂല്യങ്ങളോ അവിടെ ഒന്നും ചർച്ചയാകുന്നില്ല, വരുന്നില്ല, അതിനെ തടയുന്നില്ല. അതാണ് ഇപ്പോൾ ഗസയിലെ കാര്യം പറയുന്നത്. ഗസയിൽ ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗസയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരെ കരയാക്രമണത്തിലൂടെ ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2 ആഴ്ച മുമ്പ് ഖത്തറിൽ ഹമാസിൻ്റെ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരൊരു മിസൈൽ അയക്കുകയുണ്ടായി. വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. എന്തോ ഭാഗ്യത്തിന് ഹമാസിൻ്റെ ആളുകൾക്ക് അത് കൊണ്ടില്ല എന്ന് മാത്രം. പക്ഷെ ആ കൃത്യത്തിന് മൂല്യങ്ങളില്ല, മൂല്യബോധമില്ല എന്നാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പം നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അദ്ദേഹം ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു മാറ്റം, ആ മാറ്റമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത് ജന്മദിനത്തിൻ്റെ ആ ഓർമ്മകളിലാണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ആ സന്ദേശവും ഇന്നും മനുഷ്യ സമൂഹത്തിന് സ്വീകാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു മാറ്റത്തിരുത്തലുകളുമില്ല. വേറെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദർശനങ്ങളോ അതിനടിസ്ഥാനമായ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളോ ഒരു മാറ്റവുമില്ലാതെ സുരക്ഷിതമായിട്ട് ലോകത്ത് നിൽക്കുകയാണ്. അതാകട്ടെ മനുഷ്യന് ഏറ്റവും നല്ല മാർഗവും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഖുർആനും സുന്നത്തും ശാസ്ത്രത്തിനെതിരല്ല. ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇൽമുൽ ഹാലിനെയാണ് അതൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏറ്റവും നല്ല വിജ്ഞാനം കാലികമായിട്ടുള്ള വിജ്ഞാനത്തെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ആ കാലികമായിട്ടുള്ള വിജ്ഞാനം അത് ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും. അത് മനുഷ്യൻ്റെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതിന് മൂല്യാധിഷ്ഠിതമാണെന്നുള്ളത് കൊണ്ടാണ്. ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനം, മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അത് മൂല്യാധിഷ്ഠിതമാണ്. ആ മൂല്യങ്ങളെയാണ് നമ്മൾ
നടപ്പിൽ വരുത്തേണ്ടത്. ആ മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള വളർച്ച അതൊരിക്കലും മനുഷ്യ സമൂഹത്തിന് യോജിച്ചതല്ല. മൂല്യങ്ങളെ മറന്നുകൊണ്ട് ഇപ്പോൾ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. ഭരണാധികാരികൾക്ക് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. മൂല്യങ്ങൾ ചവിട്ടി ഞെരിക്കപ്പെടുന്ന ഒരു മേഖല അത് സോഷ്യൽ മീഡിയ മേഖല. ഒരു എഡിറ്റിംഗും കൂടാതെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രവർത്തനമാണെങ്കിൽ എഡിറ്റേഴ്സ് ഇല്ല അതിൽ. ഏത് വലിയ മീഡിയക്കും എഡിറ്റർമാരുണ്ടാവും. പത്രമായാലും ഇലക്ട്രോണിക് മീഡിയ ആയാലും PRDയുടെ കാര്യങ്ങളായാലും അവിടെയൊക്കെ തന്നെ എഡിറ്റർമാരുണ്ടാവും. അതായത് എഡിറ്റേഴ്സ് ഇല്ലാത്തൊരു മീഡിയയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും എന്തും ചെയ്യാം, ആർക്കും എന്തും അവിടെ പ്രചരിപ്പിക്കാം, ആരും ചോദ്യം ചെയ്യുന്നില്ല, ആരും തിരുത്താനും പോകുന്നില്ല. അപ്പോൾ എഡിറ്റിംഗ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ എന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭീഷണിയാവുന്നു. അത് ലോകത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ പറയുമ്പോൾ സാധാരണ കുടുംബ ജീവിതത്തിൽ പോലും അത് ഭീഷണിയാകുന്നു. കുടുംബക്കാർക്കിടയിൽ പോലും വിള്ളലുണ്ടാക്കുന്നു. പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാവും കുടുംബങ്ങൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിലോ സഹോദരിമാർ തമ്മിലോ, അല്ലെങ്കിൽ ഏട്ടന്മാർ, അഞ്ചന്മാർ, അമ്മമാർ, എളാപ്പാർ, കുടുംബങ്ങൾ, അയൽപ്പക്കക്കാർ, പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാവും. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, പിന്നെ അത് കൈവിട്ടു പോകുന്നു. അവർ ചർച്ചകളും കുറ്റപ്പെടുത്തലുകളും പുതിയ പല കണ്ടെത്തലുകളൊക്കെ അത് നടത്തിക്കൊണ്ടിരിക്കും. അതിലൂടെയൊക്കെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചേർന്നിരിപ്പിൻ്റെയും പ്രവാചക അധ്യാപനങ്ങൾ അതിലൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നത്. കുടുംബങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മൾ കുടുംബം ചേർത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ, അതായത് നമ്മളൊരു കുടുംബ സന്ദർശനം, അതിനാൽ കുടുംബം ചേർക്കാൻ പോവുക. കുടുംബ സന്ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയും, ഓർമ്മകൾ പുതുക്കുവാൻ കഴിയും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹു തന്നെ നമുക്കൊരു അകമ്പടി തരുന്നുണ്ട്. ഇവിടെ മുൻ മന്ത്രിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അകമ്പടി കിട്ടിയിട്ടുള്ളതാണ്. അല്ല VIP ആകുന്നതുകൊണ്ടാണ്. അപ്പം അള്ളാഹുവിൻ്റെ VIP ആകുന്നത് കൊണ്ട് അള്ളാഹു അകമ്പടി കൊടുക്കും. ആർക്ക്? കുടുംബത്തെ ചേർക്കുന്നവർക്ക്. കച്ചറുണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്കല്ല, കുടുംബത്തോട് സ്നേഹ സംഭാഷണം നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ, അവർക്ക് അള്ളാഹു അകമ്പടി കൊടുക്കുന്നു. റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അവരുടെ കൂടെ സഞ്ചരിക്കും, അവരോടൊപ്പം ചേരും. അവർ പോകുന്നിടത്തൊക്കെ അവരുണ്ടാവും. അവരുടെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ട്. ഇപ്പം അള്ളാഹു വരെ VIP ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അത്രയ്ക്കേറെ അള്ളാഹു ഇത് ഇഷ്ടപ്പെടുന്നു. ആ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നതിൻ്റെ സന്ദേശം അതാണ് വിശുദ്ധ നീ നൽകുന്നത്. ഖുർആനും തിരുസുന്നത്തും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അതാണ്. അതൊരു ഉദാഹരണം മാത്രം. ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് അത് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്നിട്ടത്. ഇന്നത്തെ ആധുനികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഏറ്റവും വേറെ ഇല്ലാതാകുന്നതും അത് തന്നെയാണ്. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിനൊക്കെ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. മനുഷ്യത്വത്തെ ഊട്ടി ഉറപ്പിക്കണം. നേരത്തെ മുസാഹിബ് പറഞ്ഞ പോലെ ഇപ്പോൾ ഗസ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ. ചർച്ച കൊണ്ടൊരു കാര്യവുമില്ല, അവിടെ നടപടികളാണ് ആവശ്യം. ഇസ്രായേലിനെ പിടിച്ചു നിർത്താൻ ലോകത്ത് സംവിധാനങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങും.
ആ പാവപ്പെട്ട അവിടുത്തെ കുരുന്നുകൾ പട്ടിണിക്കിട്ട് അവരെ കൊല്ലുന്നു. അംഗവൈകല്യം വന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. മുമ്പൊക്കെ ഫലസ്തീനിലെ കുട്ടികളെ കാണാൻ തന്നെ നല്ലൊരു ചുറുചുറുക്കും സൗന്ദര്യവുമായിരുന്നു. അവരുടെ ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ഓമനത്വം തോന്നുന്ന മുഖഭാവങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നതൊക്കെ ഇല്ലാതായിരിക്കുന്നു. പട്ടിണി മൂലം, ഭക്ഷണം കിട്ടാത്തത് മൂലം അവരുടെ ഓമനത്വം തുളുമ്പുന്ന ആ സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലും തോലുമായി മാറിയിരിക്കുന്നു. കുട്ടികൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് പാലില്ല. ഉമ്മമാർക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് പാല് വറ്റിപ്പോയിരിക്കുന്നു. 2 കൈയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ചിത്രം കുറച്ചു മുമ്പ് പത്രങ്ങളിലും മീഡിയയിലൊക്കെ വന്നു. ആ പിക്ചർ അപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മനുഷ്യ മൂല്യങ്ങളിലേക്കാണ്. മനുഷ്യ മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണ് നമുക്ക് ആവശ്യം. ലോകത്ത് മതവിശ്വാസികൾ ഇല്ലാഞ്ഞിട്ടല്ല. ഓരോ മതത്തിനും ഒരുപാട് അനുയായികൾ ലോകത്തുണ്ട്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും, ആരാധനാ രീതികളൊക്കെ വ്യത്യസ്തമാകും. പക്ഷെ ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ സമാനമാണ്. ദയയുടെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അനുകമ്പയുടെയും ആശയങ്ങൾ ഓരോ മതവും അത് പങ്കുവെക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രവാചക ചര്യയിലൂടെ നമുക്ക് ലോകത്തോട് തുറന്നു പറയുവാൻ സാധിക്കും. കാരണം 1500 വർഷങ്ങളായി അതിവിടെ നിലനിൽക്കുകയാണ്. എതിർപ്പുകളെ ഒക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് അതിന്നും നിലനിൽക്കുന്നത്. ഖുർആനായാലും തിരുസുന്നത്തായാലും ഒരുപാട് എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടുകൊണ്ട് മുന്നേറുവാൻ ലോകത്ത് മുസ്ലിം സമൂഹത്തിന്, ഇസ്ലാമിൻ്റെ സന്ദേശത്തിന് സാധിക്കുകയാണ്. അതൊന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് എന്നിലും നിങ്ങളിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളത്. മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷതകൾ കണ്ടുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം തൊട്ട് ഖുലഫാ റാഷിദീൻ്റെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, അതിലൂടെയൊക്കെ തന്നെ ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു സമൂഹത്തിൻ്റെ ജീവിത വീഥിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യം അതാണ്. ഇസ്ലാമോഫോബിയ എന്നുള്ള നിലക്ക് പ്രചാരണം ഇവിടെ നടക്കുന്നു. ഇസ്ലാം പേടിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത്. പക്ഷെ അത് അടിസ്ഥാനരഹിതമാണെന്ന് ലോകത്തിന് അറിയാഞ്ഞിട്ടല്ല. ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളെ പഠിച്ചിട്ടുള്ളവർ തന്നെയാണ് ആ മൂല്യങ്ങൾ ഇവിടെ നടപ്പായി കഴിഞ്ഞാൽ പല താല്പര്യങ്ങളും ഇവിടെ മാറ്റിവെക്കേണ്ടി വരും എന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂട്ടി അവർ എറിയുകയാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. അത് നമുക്ക് മറികടക്കാൻ ആയുധമെടുത്തുകൊണ്ട് നമുക്കതിന് സാധിക്കില്ല. അത് ആയുധമെടുത്തുകൊണ്ടല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സംഘടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തിക്കൊണ്ടല്ല നമുക്കതിനെ മറികടക്കാൻ സാധിക്കുക. മറിച്ച് സമാധാനത്തോടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ജീവിതചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാത്തിനുമുള്ള മറുപടിയാണ്. എല്ലാ എതിർപ്പുകൾക്കും ഉള്ള മറുപടിയാണ്. എല്ലാ എതിരാളികളോടുമുള്ള പ്രതികാരം അതാണ്. സ്നേഹത്തിൻ്റെ പ്രതികാരം അതാണ്. സൗഹൃദത്തിൻ്റെ രീതിയിലുള്ള പ്രതികാരം, സമാധാനത്തിൻ്റെ രീതിയിലുള്ള പ്രതികാരം, അതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടുള്ള പ്രതികാരമല്ല, മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വഴികൾ. അതാണ് 1500-ാം വാർഷികത്തിൽ നമുക്ക് കൂടുതലായി, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുക. മുസ്ലിം സമൂഹം അത് വളരെയേറെ നല്ല നിലയ്ക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു.
എല്ലായിടത്തും ഇതുപോലെയുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളും ആഘോഷങ്ങളുമൊക്കെ വളരെ ഭംഗിയായി നടക്കുകയാണ്. അതിൻ്റെയൊക്കെ സന്ദേശം എന്നുള്ളത് നബിചര്യയെ കാലഘട്ടത്തിന് ഒരു പുനർവായനയിലൂടെ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ദാറുസുന്നയും അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു, അഭിനന്ദനങ്ങളും നേരുന്നു. സർവശക്തൻ നമ്മുടെ ഈ കൂടിച്ചേരലിനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എത്തിച്ചു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചിരിച്ച് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.